വൻ വിജയം നേടിയിട്ടും മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ ബി.ജെ.പി. സഖ്യം. ഡൽഹിയിൽ അമിത് ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന മുന്നണി യോഗത്തിലും അന്തിമ തീരുമാനമായില്ല. അതേസമയം തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. അമിത്ഷായുടെ അധ്യക്ഷതയിൽ രാത്രി വൈകി 2 മണിക്കൂറോളം മുന്നണി നേതാക്കൾ യോഗം ചേർന്നു. ഡൽഹി ചർച്ച പോസിറ്റീവാണെന്നും മുംബൈയിൽ വെച്ച് ഒരു വട്ടം കൂടി ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നും ഏക്നാഥ് ഷിൻഡെ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് ധാരണയായിട്ടുണ്ടെങ്കിലും മന്ത്രിസഭയിലെ വകുപ്പ് വിഭജന കാര്യത്തിലാണ് തർക്കം. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുനൽകുന്നതിന് പകരമായി പ്രധാന വകുപ്പുകൾ വേണമെന്നതാണ് ഷിൻഡെ വിഭാഗത്തിന്റെ ആവശ്യം. ആഭ്യന്തര വകുപ്പോടെ ഉപമുഖ്യമന്ത്രി പദമാണ് ഷിൻഡെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തരം വിട്ടുനൽകാൻ ബി.ജെ.പി. ഒരുക്കവുമല്ല. ധനകാര്യ വകുപ്പ് തനിക്ക് തന്നെ വേണമെന്ന് അജിത് പവാറും നിലപാടെടുത്തു. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിരീക്ഷകരെ സംസ്ഥാനത്തേക്ക് അയക്കും. ഡിസംബർ 5-ന് മുൻപായി സത്യപ്രതിജ്ഞ നടത്താനാണ് ശ്രമം. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മണ്ഡലാടിസ്ഥാനത്തിൽ വ്യക്തിഗതമായ ഹിയറിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നാണ് ആവശ്യം. ഇ.വി.എമ്മിനെ സംബന്ധിച്ചുള്ള പരാതിയുണ്ട്. വോട്ടർ പട്ടികയിൽ അനധികൃതമായ ആളുകളെ ചേർക്കുന്നതിനുള്ള പരാതിയുണ്ട്. ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തെപ്പറ്റി നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. മോദിയെയും അമിത്ഷായെയും ഇ.വി.എമ്മിനെയും പ്രതിഷ്ഠിച്ച് ഒരു ത്രിമൂർത്തി ക്ഷേത്രം പണിയുന്നതാണ് നല്ലതെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പരിഹസിച്ചു. ഫലം വന്നിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തതിലൂടെ ജനങ്ങളെ അപമാനിക്കുകയാണെന്ന് പാർട്ടി വക്താവ് പ്രിയങ്ക ചതുർവേദിയും പറഞ്ഞു. 24 മുംബൈ.